ആ നീക്കം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു സുന്നി ഐക്യം ഉണ്ടാകുമോ എന്ന കാര്യം അനുമതി തുടരുക. നമുക്ക് അതിനു മുമ്പ് നോക്കാം ഈ സുന്നികളുടെ കേരളത്തിലെ പിളർപ്പും അതിൻ്റെ ചരിത്രവും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കുക, മുസ്ലിം ലീഗിന് സമസ്തയുടെ മേലുള്ള ആധിപത്യത്തെ ചൊല്ലി തുടങ്ങിയ ഒരു തർക്കമാണ് തുടക്കത്തിൽ ഈ കേരളത്തിലെ സുന്നി വിഭാഗങ്ങൾ, അതായത് സമസ്ത എന്ന പണ്ഡിത സഭയ്ക്കകത്ത് ഒരു തർക്കത്തിന് ഇടവെക്കുന്നത്. 1980-കളിൽ തന്നെ ഈ സമസ്തയിലെ തർക്കം വിവിധ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. 1989-ൽ SYSന്റെ വാർഷിക സമ്മേളനം നടത്തിയത് എതിർപ്പുകൾ ഒന്നുകൂടി ശക്തിപ്പെടുന്നതിന് വഴിവെക്കുകയും ചെയ്തു. ശരീഅത്ത് വിവാദത്തെ തുടർന്നുള്ള മുസ്ലിം സംയുക്ത യോഗത്തിൽ EK അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തത് ഒരു പുതിയ വിവാദമാവുന്നു. ഒടുവിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് സംഘടനയിലെ പിളർപ്പാണ്. 40-അംഗ മുഷവറയിൽ നിന്നും AP അബൂബക്കർ മുസ്ലിയാർ അടക്കം 6 അംഗങ്ങളെന്ന് ഇറങ്ങിപ്പോരുകയാണ്. ഇതോടുകൂടി സംഘടനയിൽ പിളരുന്നു. മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ EK വിഭാഗം പള്ളികൾ പിടിച്ചടക്കുന്നു. നേരത്തെ അനുമതി സൂചിപ്പിച്ചതുപോലെ അന്നു മുതലാണ് സംഘടനാ തലത്തിൽ പലപ്പോഴും സംഘടനകളിലെ പിളർപ്പ്, കൂട്ടായ്മകളിലെ പിളർപ്പ് പലപ്പോഴും ആ തരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാമ്പത്തികമായ വീതം വെപ്പ് എങ്ങനെ, ഇനി ഒരു ഐക്യം പോലും എങ്ങനെ സാധ്യമാകുന്നു എന്ന വിഷയം പിന്നീട് പരിശോധിക്കേണ്ടതുമാണ്. എന്തായാലും AP വിഭാഗത്തിനൊപ്പം അന്ന് നിന്നത് CPM-ഉം ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ളവരുമാണ് നിന്നത്. അതുകൊണ്ടുകൂടിയാണ് പിന്നീട് അരിവാൾ സുന്നികൾ എന്ന വിളിപ്പേരൊക്കെ ഈ AP വിഭാഗത്തിന് ഉണ്ടായതിനും കാരണം AP വിഭാഗം പൊതുവിൽ ഇടതുപക്ഷത്തോട് CPM-നോട് ഒരു ആഭിമുഖ്യം കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം CPM-ഉം അവരും തമ്മിൽ ഏറ്റുമുട്ടിയ അനുഭവങ്ങളുമുണ്ട്. നമുക്ക് മുന്നിൽ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അതേസമയം സമസ്ത എന്ന EK വിഭാഗം, പൊതുവിൽ സമസ്ത എന്ന് വിളിക്കപ്പെടുന്ന EK വിഭാഗം വലിയ മജോറിറ്റി ഉണ്ട് അവർക്ക്. അവർ പൊതുവിൽ മുസ്ലിം ലീഗുകാരാണ്, ലീഗിൻ്റെ പ്രവർത്തകരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലീഗിനോടാണ് ആഭിമുഖ്യം എന്ന മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. എന്തായാലും ഈ ഐക്യം അതുണ്ടാക്കുന്ന രാഷ്ട്രീയം കൂടി നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ് സൂചിപ്പിച്ച് പോയതാണ്, ഈ ഐക്യം സാധ്യമായാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ ഒരു പ്രതികരണം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പടിവാതിക്കലാണ്. അപ്പോൾ അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന ചോദ്യം. ഇരു വിഭാഗങ്ങളിലും രാഷ്ട്രീയ നിലപാടുള്ളവരുണ്ട്. അത് മുസ്ലിം മതത്തിൻ്റെ ഭാഗമാകുമ്പോഴും രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, രാഷ്ട്രീയ നിലപാടുള്ളവരുണ്ട്. അപ്പോൾ ഈ ഒരു സംഘടനാ രൂപം, ഒരു ഐക്യരൂപം രൂപപ്പെടുമ്പോൾ അത് പൊതുവായ ഒരു രാഷ്ട്രീയ നിലപാട്, ഒരു പിന്തുണ പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ടോ? സമീപകാല രാഷ്ട്രീയത്തിൽ, വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമുക്ക് അത്തരമൊരു നീക്കം പ്രതീക്ഷിക്കണം. ഇതിൽ 2 കാര്യങ്ങളാണ് സജിത്ത് പ്രധാനപ്പെട്ടത്. ഒന്ന്, AP വിഭാഗക്കാർ അവർ കാലങ്ങളായി പിന്തുടരുന്ന ഒരു ലീഗ് വിരുദ്ധ നിലപാടുണ്ട്. അതിൽ നിന്ന് അല്പം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ലീഗ് നേതാക്കൾ ഇപ്പോൾ AP വിഭാഗക്കാരുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും അവരുമായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് മുൻപുണ്ടായിരുന്ന ഒരു തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ ഒരു വിരോധം ഇപ്പോൾ AP വിഭാഗത്തിന് മുസ്ലിം ലീഗിനോട് ഇല്ല എന്നുള്ളതാണ്. മറുവശത്ത് EK വിഭാഗത്തിൽ ഭൂരിഭാഗവും മുസ്ലിം ലീഗിന് അടുപ്പമുള്ളവരാണ്. പക്ഷേ അതിലും ലീഗിന് അടിമപ്പെട്ടത് എന്ന പണ്ട് AP വിഭാഗം മുൻനിർത്തിയ ഒരു നിലപാടുമായി പോയവരുമുണ്ട്. നമുക്കതൊക്കെ കൃത്യമായിട്ട് സമസ്തയുടെ പല പ്രസ്താവനകളിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഐക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് UDF-ന് അതൊരു മുതൽക്കൂട്ടാകുമെന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് AP വിഭാഗത്തിൻ്റെ നിലപാട് കുറച്ച് മയപ്പെട്ടതോടെ EK വിഭാഗത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടെ ഉണ്ടാകുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു മുഴുവൻ അടയാളപ്പെടുത്തലായിട്ട് ഈ സുന്നി ഐക്യം മാറുമ്പോൾ അതിൻ്റെ ഗുണം UDF-ന് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ലഭിക്കുമെന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നുണ്ട്. അതിനൊപ്പം നമ്മൾ മറ്റൊരു കാര്യം കൂടി കാണേണ്ടതുണ്ട്. അവിടെയും ഈ AP വിഭാഗത്തിൽ മുസ്ലിം ലീഗിനോട് അടുപ്പം സൂക്ഷിക്കാത്തവരും അതുപോലെ EK വിഭാഗത്തിൽ ലീഗിനെ എതിർക്കുന്നവരും അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരുടെ നിലപാടുകൾ ഒരുപക്ഷെ ഇപ്പോൾ EK വിഭാഗത്തിൽ 2 ലീഗ് വിരുദ്ധ ചേരിയും ലീഗ് അനുകൂല ചേരിയും എന്ന് പറയുന്നത് പോലെ സമസ്തയിലെ ലീഗ് വിരുദ്ധരും സമസ്തയിലെ ലീഗ് അനുകൂലികളും എന്ന തരത്തിലേക്ക് ഒരു സാഹചര്യം തീർത്തേക്കാം. അത് ഒരുപക്ഷെ സാങ്കല്പികമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കാം, എങ്കിലും അതിൻ്റെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഒപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത്തരത്തിൽ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നതിന് വേണം വിലയിരുത്തുവാൻ. എന്നാണെങ്കിലും നാളെ ഇപ്പോൾ വിളംബര സമ്മേളനമാണ്. ഈ 100-ാം വാർഷിക സമ്മേളനം എവിടെ, എപ്പോൾ, എന്തൊക്കെ, എങ്ങനെയായിരിക്കും നടക്കുക എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രഖ്യാപിക്കുക. ഒരുപക്ഷെ ഈ സമസ്തയുടെ AP വിഭാഗത്തിൻ്റെ 100-ാം വാർഷിക സമ്മേളനത്തിന് ശേഷമായിരിക്കും അത്തരത്തിൽ എന്തെങ്കിലും ഐക്യപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് സാധ്യതയുള്ളൂ. അതെന്താണെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷമായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നിലവിൽ ഐക്യം എന്നുള്ളത് ചർച്ചകളിലും സമവായ ശ്രമങ്ങളിലും ഒക്കെ തന്നെ തുടരുമ്പോഴും പരിപൂർണമായിട്ടൊരു ഐക്യപ്പെടൽ ഈ അടുത്തൊന്നും സാധ്യമാകില്ല എന്നതിനെ വേണം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുവാൻ.
സജിത്ത്. അനുമത്, ഒരു കാര്യം കൂടി, ഈ സമസ്തയിലെ ഐക്യപ്പെടൽ അല്ലെങ്കിൽ ഐക്യനീക്കത്തെ രാഷ്ട്രീയ പാർട്ടികളും വളരെ ഗൗരവത്തോടെ ആവണം വീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ലീഗ്, CPM, കോൺഗ്രസ് ഒക്കെ മലബാറിൻ്റെ രാഷ്ട്രീയത്തെ നിർണായകമാക്കുന്ന ഒരു സമുദായ ഐക്യപ്പെടൽ എന്ന തരത്തിൽ അതിനെ വിലയിരുത്തപ്പെടേണ്ടതുണ്ടോ എന്നൊരു പ്രസക്തിയുള്ള കാര്യം കൂടിയുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ വേദികളിലൊക്കെ മുഖ്യമന്ത്രി ആവട്ടെ, പ്രതിപക്ഷ നേതാവാവട്ടെ, അവരൊക്കെ വന്നു പോയതുമാണ്. അപ്പോൾ ജില്ലാ വിഭജനം അല്ലെങ്കിൽ ജില്ലാ പുനരേകീകരണം പോലെയുള്ള അജണ്ടകളൊക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടിച്ചേരൽ പുതിയ കാലത്ത് അത് വലിയ രീതിയിലുള്ള ഒരു പ്രകടനമായി വരുമ്പോൾ രാഷ്ട്രീയ നേതൃത്വങ്ങളും കരുതലിലാവണം, അല്ലേ? തീർച്ചയായും മത സാമുദായിക സംഘടനകളുടെ ഐക്യപ്പെടൽ രാഷ്ട്രീയമായിട്ട് ഏറെ സ്വാധീനമുണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തേതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ തന്നെ അത്തരത്തിൽ ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ ഇടതുപക്ഷം പറഞ്ഞത് മതധ്രുവീകരണത്തിൻ്റെ സാധ്യതകൾ ഉണ്ടായിരുന്നു മലപ്പുറത്ത് എന്നുള്ളതാണ്. അതായത് മത സാമുദായിക ശക്തികൾ ഒന്നിക്കുമ്പോൾ അവിടെ ഒരു വിഭാഗത്തിന് മാത്രം അതിൻ്റെ വോട്ട് ഷെയർ പോകുന്നു, മറുവിഭാഗം പിന്തള്ളപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സുന്നി ഐക്യം യാഥാർത്ഥ്യമാകുന്നതോടെ ഇവിടെ ഒരു വോട്ട് ബാങ്കായിട്ട് അവർ ഒന്നിച്ചൊരു വോട്ട് ബാങ്കായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, ഈ മുസ്ലിം രാഷ്ട്രീയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയമായിട്ടുള്ള ചായ്വ്, UDF-നൊപ്പം അവർ നിൽക്കുന്നത് ഈ AP വിഭാഗത്തിനും EK വിഭാഗത്തിനും ജമാഅത്തിയോട് ഒരു തരത്തിലും അടുക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ ഇവർ ഒന്നിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം എങ്ങനെയായിരിക്കും? അതിനെ ഉൾക്കൊള്ളുവാൻ UDF തയ്യാറാകുമോ അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്നുണ്ട്. കാരണം വോട്ട് ബാങ്കിൻ്റെ കണക്കെടുക്കുമ്പോൾ EK AP വിഭാഗങ്ങൾ ഒന്നിച്ചാൽ അതിനു മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ബാങ്ക് വളരെ ചെറുതാണ്. പക്ഷേ അപ്പോൾ നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാട് UDF-ഉം ലീഗും ഒക്കെ സ്വീകരിക്കുമോ എന്ന ചോദ്യമാണ് വരുന്നത്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് MV ഗോവിന്ദനോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാ മനുഷ്യരും ഐക്യപ്പെടുന്നതാണ് നല്ലത് എന്നൊരു ഒഴുക്കൻ മറുപടി പറഞ്ഞാണ് അദ്ദേഹം ഒഴിഞ്ഞു മാറിയത്. പക്ഷെ നമുക്കറിയാം ഇവിടെ സാമുദായികമായിട്ട് അത്തരത്തിൽ ഒരു ഐക്യപ്പെടൽ ഉണ്ടാകുമ്പോൾ മലപ്പുറം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് കാരണം മതധ്രുവീകരണമാണെന്ന ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തൽ കൂടി അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഐക്യപ്പെടൽ ഉണ്ടായാൽ അതിൻ്റെ ഗുണം ഒരുപക്ഷെ പൂർണ്ണമായിട്ടല്ലെങ്കിലും ലഭിക്കുക UDF-നാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മറുവശത്ത് അങ്ങനെ ഒരു ഐക്യപ്പെടൽ ഉണ്ടാകുമ്പോൾ അതൊരു വർഗീയ ധ്രുവീകരണമാണെന്ന പ്രചാരണത്തിന് BJP അടക്കമുള്ള അല്ലെങ്കിൽ RSS അടക്കമുള്ള സംഘടനകൾ ഒരു ഉപകരണമാക്കി ആയുധമാക്കി അതിനെ എടുക്കുന്ന സാധ്യതയും തള്ളിക്കളയാനാകില്ല. അപ്പോൾ ഐക്യപ്പെടൽ സാമുദായികമായിട്ട് അതൊരു ഉണർവും അല്ലെങ്കിൽ അവരുടെ ഒരു ഐക്യവും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒന്നാണെങ്കിൽ പോലും രാഷ്ട്രീയപരമായിട്ട് അത് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും വഴിവെക്കുന്ന കാര്യത്തിൽ സംശയമില്ല. സജിത്ത്. യെസ്, എന്തായാലും ഈ സുന്നി ഐക്യ നീക്കത്തെ പൊതുവിൽ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. എല്ലാവരും കൂടി ചേരുന്നത് നല്ലതാണ് എന്ന പൊതു അഭിപ്രായം രൂപപ്പെടുത്തുകയുണ്ട്. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടിയാണ് സുന്നി ഐക്യ നീക്കത്തെ നോക്കിക്കാണുന്നത്. അതുണ്ടാക്കുന്ന രാഷ്ട്രീയം ഏറെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും രണ്ട് പ്രബലമായ മത പണ്ഡിത സഭകളുടെ ഐക്യമാണ് രൂപപ്പെടുന്നത്. അതിന് വലിയൊരു ചരിത്രം കൂടിയുണ്ട്. അത് സ്വാഭാവികമായും ചുരുങ്ങിയ പക്ഷം മലബാർ രാഷ്ട്രീയത്തിലെങ്കിലും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഇടവച്ചേക്കാം. എന്തായാലും ഈ നീക്കം പ്രസക്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.